ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ കൊച്ചു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ ബ്രെഡാണ്. അത് പിക്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി വേണ്ടത് കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, സബോള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, 4 മുട്ട. ഇത്രയുമാണ് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിലർ ഇത് വഴറ്റാതെയും ചെയ്യാറുണ്ട്. എനിക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഒന്നും ആ പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുക. അങ്ങനെയുള്ളവർ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളൂ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചാണ്. നമുക്ക് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഈ കൂടെ 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 2-3 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പിന്നെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് വിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നടുഭാഗം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുവാണ്. സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുകയാണ് നല്ലത്. എനിക്കത് കിട്ടാഞ്ഞത് കൊണ്ട് ഞാൻ സാധാരണ ബ്രെഡാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ബാക്കിയുള്ള ബ്രെഡും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറോ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു പീസ് ബ്രെഡ് വെച്ചു കൊടുക്കുക. അതിൻ്റെ നടുക്കോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സ്ക്വയർ പീസ് കൂടെ വെച്ച് പ്രസ് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മുറിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈസി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ബ്രെഡും മുട്ടയും കുറച്ച് വെജിറ്റബിൾസും കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. എൻ്റെ മക്കൾക്ക് ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളെ വളരെ എളുപ്പത്തിൽ നമുക്ക് കഴിപ്പിക്കാൻ പറ്റും. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.